അയ്യപ്പൻകോവിൽ തീപ്പെട്ടി ഫാക്ടറി ഭാഗത്ത് 25 കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങിയിട്ട് 5 ദിവസം. അയ്യപ്പൻകോവിൽ പമ്പ് ഹൗസിലിന്റെ തകരാറാണ് ഇവരുടെ കുടിവെള്ളം മുടങ്ങുവാൻ കാരണമായത്. മഴയുള്ളതിനാൽ മഴവെള്ളത്തെ ആശ്രയിച്ചാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. അയ്യപ്പൻകോവിലിലെ തീപ്പെട്ടി ഫാക്ടറി ഭാഗത്ത് 25 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. അയ്യപ്പൻകോവിൽ പമ്പ് ഹൗസിൽ 2 ആയിട്ടായിരുന്നു പമ്പിംഗ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് ഒന്നാക്കിയതോടെയാണ് കുടിവെള്ള വിതരണം ഈ പ്രദേശത്ത് മുടങ്ങിയിരിക്കുന്നത്. വൈദ്യുതി കണക്ഷന്റെ തകരാറാണ് വെള്ളം വിതരണം മുടങ്ങിയതെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. എന്നാൽ കുടിവെള്ളം മുടങ്ങിയത് വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പമാണെന്നാണ് വൈദ്യുതി വകുപ്പ് അറിയിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തി ജനങ്ങളുടെ കുടിവെള്ളമില്ലാതാക്കി ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 25 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. സർവത്ര വെള്ളം, തുള്ളിവെള്ളം കുടിക്കാനില്ലെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് തീപ്പെട്ടി കമ്പനി ഭാഗത്തെ ഒരു 25ഓളം വീട്ടുകാർക്കുള്ളത്. കാരണം സർവത്ര മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ഇല്ലാതായിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കാരണം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് AC ബോർഡിൽ നിന്നും കണക്ഷൻ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ പമ്പ് ഹൗസിൽ സെപ്പറേറ്റ് ആയിട്ട് ഫീസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സെപ്പറേറ്റ് ഫീസ് അവിടെ നിരത്തി കളഞ്ഞത് കാരണം ചെറിയ ടച്ച് വന്നാൽ പോലും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം KC ബോർഡ് ഇടപെട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ ദേശാവും പരിഹരിച്ച് കഴിയുന്നിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. മഴ പെയ്ത് കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് 25 കുടുംബങ്ങളും ഇപ്പോൾ കഴിയുന്നത്. മഴയുള്ളതിനാൽ വെള്ളത്തിന് ക്ഷാമമില്ലെങ്കിലും കുടിവെള്ളം ദൂരസ്ഥലത്ത് പോയി സംഭരിക്കേണ്ട അവസ്ഥയിലാണ്. കുടിവെള്ളത്തിനായി വാട്ടർ അതോറിറ്റി ഓഫീസിലും വൈദ്യുതി ഓഫീസിലും അറിയിച്ചിട്ടും വിതരണം പുനഃസ്ഥാപിച്ചിട്ടില്ല. അടിയന്തരമായി തീപ്പെട്ടി ഫാക്ടറി ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.